ഒരു അടിപൊളി പ്രോപ്പർട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് മൂന്നാറിൻ്റെ ഭാഗം തന്നെയാണ്. മൂന്നാറിൻ്റെ അടുത്ത് മാങ്കുളം പഞ്ചായത്തിൽ വരുന്ന പ്രോപ്പർട്ടിയാണ്. അതിൽ ആനക്കുളം എന്ന് പറയും. ആന ഇറങ്ങുന്ന ഒരു ഏരിയയാണ്. ആൾക്കാർക്ക് അറിയാം. ഒരുപാട് ആനകൾ വന്നിട്ട് കുളിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ഒരു ഏരിയ ഇതിൻ്റെ 150 മീറ്റർ മാറിയിട്ടുണ്ട്. അതിൻ്റെ പരിസരത്തുള്ള ഒരു പ്രോപ്പർട്ടി. നമ്മൾ മൂന്നാറിനെയും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ താരതമ്യേന ഒരു സ്വല്പം തണുപ്പ് കുറവുണ്ട്. എന്നാലും രാത്രിയിലൊക്കെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ 2 ഏക്കർ 97 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. അതിനോട് കൂടിയിട്ട് തന്നെ ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് ഉണ്ട്. ഇത് പട്ടയ ഭൂമിയാണ്. LA പട്ടയം എന്ന് പറയും. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്നുമില്ല. സെൻറ്റിന് 90,000 രൂപ എന്ന നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, പ്രോപ്പർട്ടി ഒന്ന് കാണുവാനോ മറ്റു കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ ചാനൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ വില 90,000 എന്ന് പറയുമ്പോൾ ഇതിൽ 25,000-നും 50,000-നും 10,000-നും 5,000-നും സ്ഥലം കിട്ടാണ്ട് മറ്റു കുറേ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. പക്ഷേ പട്ടയാണ് പ്രശ്നം. നിങ്ങൾ കാര്യങ്ങളിലേക്ക് വന്നിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യാനോ അതല്ലെങ്കിൽ കൈവശം മാത്രം വെക്കാൻ പറ്റുന്ന ഭൂമികൾ ഇവിടെ മൂന്നാറിൽ ലഭ്യമാണ്. അതിന് 16,000 രൂപ കൊടുത്താൽ എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ചതിയിൽ പെടാതെ പട്ടയുള്ള ഭൂമി ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് കാണും. മൂന്നാറിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഏരിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാപ്പ് റോഡ് ഭാഗങ്ങളിൽ, ചിന്നക്കനാൽ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ മാങ്കുളം, വിരിപ്പാറ, ലക്ഷ്മി എസ്റ്റേറ്റ് പോലുള്ള സ്ഥലങ്ങളിലാണ് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു വിരിപ്പാറ ഭാഗത്തേക്ക് ഒരു 17 കിലോമീറ്ററൊക്കെയാണ് ദൂരം. അപ്പോൾ താരതമ്യേന സ്വല്പം തണുപ്പ് കുറവുണ്ട് ഇവിടെ. പക്ഷേ എന്നിരുന്നാലും രാത്രിയിലൊക്കെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന ഏരിയയാണ്. മാത്രമല്ല ഒരുപാട് ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ഏരിയയാണ് നമ്മുടെ ആനക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ആനകൾ വന്ന് വെള്ളം കുടിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടുത്തെ വെള്ളത്തിന് പ്രത്യേകത ഉണ്ട്. കാരണം ഉപ്പിൻ്റെ അംശമുള്ള വെള്ളമായതുകൊണ്ട് തന്നെ ആനകൾക്ക് അവിടുന്ന് വെള്ളം കുടിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ ആനകൾ ഇവിടെ വെള്ളം കുടിക്കാൻ വരാറുണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ്. പിന്നെ രാത്രിയിൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഏരിയയാണ്. ഈ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ് സംബന്ധമായ യാതൊരു പ്രശ്നങ്ങളുമില്ല. പട്ടയ ഭൂമിയാണ്. LA പട്ടയം എന്ന് പറയും. അപ്പോൾ ഒരു 1,500 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് നിലവിൽ പണിയാൻ കിട്ടുക. അത് 2-3 ആളുകളുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ ഓരോ പ്ലോട്ടിനും നമുക്ക് 1,500 സ്ക്വയർ ഫീറ്റ് മുതൽ നമുക്ക് പണിയാൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആവശ്യാർത്ഥം, നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന ടാർ റോഡിൽ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡ് ആക്സസ് വരുന്നത്. അതുപോലെ ഇവിടെ അനുഭവങ്ങളായി വരുന്നത് കാപ്പി, കുരുമുളക്, റബ്ബർ തുടങ്ങിയ വിളകളാണ് ഇവിടെ അനുഭവങ്ങളായി വരുന്നത്. പിന്നെ റോഡ് സൗകര്യമുണ്ട്. വെള്ളത്തിന് ലഭ്യതയുള്ള ഏരിയയാണ്. പിന്നെ വെള്ളം കയറുന്നുള്ള ടെൻഷനൊന്നുമില്ല. പിന്നെ ഹോം സ്റ്റേക്ക് അത്യാവശ്യം വരുമാനമുള്ള പ്രോപ്പർട്ടിയാണ്. ഹോം സ്റ്റേയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഗസ്റ്റുകൾ നിരവധി വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് വാങ്ങുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല വിപുലീകരിച്ചിട്ട് അത്യാവശ്യം ഗസ്റ്റുകളെ ഉൾക്കൊള്ളാവുന്ന രീതിയിലാക്കാവുന്നതാണ്. ഈ കാണുന്നത് ആനക്കുളം ഭാഗമാണ്. ആനക്കുളം ഇവിടെ ഇത് പുതിയ വീഡിയോ ആണ്. ഇതിൻ്റെ പഴയ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതിൽ ആനകൾ വരുന്നതും വെള്ളം കുടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ആവശ്യക്കാർ വീഡിയോയിൽ താഴെ കൊടുത്തിട്ടുള്ള ചാനൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.